ബി.ജെ.പിയുടെ തലപ്പത്ത് വനിതാ പ്രസിഡന്റ് എത്തുമോ? ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ഇതാണ്. അമിത്ഷായെ കാണാനായത് ശോഭാ സുരേന്ദ്രന് മാത്രമാണ്. ഡൽഹിയിലെത്തിയ പി.കെ. കൃഷ്ണദാസും ANRും അറിയിച്ചത് സുരേന്ദ്രന് ഇനിയൊരു അവസരം നൽകരുതെന്നും. രാജീവ് ചന്ദ്രശേഖറിന് താല്പര്യക്കുറവുമുണ്ട്. MT രമേശ് റെഡിയുമാണ്. അങ്ങനെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണ് ഇവിടെ പ്രധാനം. ബി.ജെ.പിയുടെ തലപ്പത്ത് വനിതാ പ്രസിഡന്റ് എത്തുമോ എന്ന്. പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കുമ്പോൾ സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരം കൂടി പരിഗണിക്കണമെന്നാണ് പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിന്റെ ആവശ്യം. കെ. സുരേന്ദ്രന് മൂന്നാമതൊരു ടേം കൂടി നൽകരുതെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. പി.കെ. കൃഷ്ണദാസ് ഡൽഹിയിലെത്തി അവരുടെ നിലപാട് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. അതിനിടെ പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ശോഭാ സുരേന്ദ്രനുമുണ്ട്. MT രമേശിന് വേണ്ടിയാണ് പി.കെ. കൃഷ്ണദാസിന്റെ ചരടുവലി നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെയും കേന്ദ്രം പരിഗണിക്കുന്നുണ്ട്. കേരളത്തിലെ കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതാകുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ പേരിൽ സുരേന്ദ്രൻ തുടരുമെന്നാണ് സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്നാൽ മുരളീധരൻ അതിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല. മുരളീധര ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു സുരേന്ദ്രൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ സമവാക്യങ്ങൾ മാറ്റം വന്നു. എങ്കിലും സുരേന്ദ്രനെ പരസ്യമായി മുരളീധരൻ പിന്തുണയ്ക്കുന്നുമില്ല. സുരേന്ദ്രന് വേണ്ടി ദേശീയ RSS സമ്മർദ്ദവും ചെലുത്തുന്നില്ല. ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷിന്റെ പിന്തുണ സുരേന്ദ്രനുണ്ട്. അതുകൊണ്ട് സംസ്ഥാന ചുമതലയുള്ള BL സന്തോഷിന്റെ കരുത്തിൽ വീണ്ടും അധ്യക്ഷനാകുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്ഥാനം നീട്ടി നൽകാൻ സാധ്യതയുണ്ടെന്നാണ് സുരേന്ദ്രൻ പക്ഷം ഇപ്പോഴും വാദിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച ജയം നേടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരണമെന്നതാണ് സുരേന്ദ്രന്റെ ആഗ്രഹം. ഇതിനിടെയാണ് ശോഭാ സുരേന്ദ്രൻ, പി.കെ. കൃഷ്ണദാസ്, MT രമേശ് എന്നിവരുടെ പേരുകളും ദേശീയ നേതൃത്വം പരിഗണിക്കുന്നത്. പ്രസിഡന്റ് ആകാനുള്ള താല്പര്യക്കുറവ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചതായും സൂചനയുണ്ട്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിത എത്തിയിട്ടില്ല. ഇത് ശോഭയുടെ സാധ്യത കൂട്ടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ മത്സരിച്ച മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വലിയ രീതിയിൽ ഉയർന്നിരുന്നു. ശോഭാ സുരേന്ദ്രൻ അമിത്ഷായെ നേരിട്ട് കണ്ടിരുന്നു. ശോഭയ്ക്ക് മാത്രമാണ് അമിത്ഷായെ അങ്ങനെ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടിയത് പോലും. പി.കെ. കൃഷ്ണദാസും AN രാധാകൃഷ്ണനും ഒരുമിച്ചെത്തിയാണ് കേന്ദ്ര നേതാക്കളെ കണ്ടത്. നേതൃമാറ്റം വേണമെന്ന് സുരേന്ദ്രനെ എതിർക്കുന്നവർ ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട്. MT രമേശിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് കൃഷ്ണദാസ് വിഭാഗം ആവശ്യപ്പെടുന്നത്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്കാണ് കേരളത്തിലെ പ്രസിഡന്റിനെയും ദേശീയ കൗൺസിൽ അംഗങ്ങളെയും കണ്ടെത്തേണ്ട ചുമതല ഇപ്പോൾ ഉള്ളത്. മണ്ഡലം പ്രസിഡന്റുമാരെ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രാദേശിക നേതാക്കളുമായി സംസാരിച്ച് സമവായ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. 10-നകം നടപടികൾ പൂർത്തീകരിക്കും. 20-നകം പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനമാകും. 5 വർഷമായി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയാണ് കെ. സുരേന്ദ്രൻ. 3 വർഷമാണ് ഒരു ടേം. കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന് കാലാവധി നീട്ടി നൽകുകയായിരുന്നു. 6 വർഷം പൂർത്തിയാക്കാത്തതിനാൽ പ്രസിഡന്റായ സുരേന്ദ്രന് മത്സരിക്കാൻ തടസ്സമില്ലെന്നാണ് വിലയിരുത്തൽ വരുന്നത്.